കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമ്മാനം എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസാണ്. അത് KSU ആണ് ആ സമ്മാനം കൊടുക്കുന്നത്. കാരണം മറ്റൊന്നുമില്ല, കഴിഞ്ഞ 3 ദിവസമായി കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ ആൾക്കാരും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ നാടകത്തെക്കുറിച്ചാണ്. ആ നാടകം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ KSUവിൻ്റെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ പോയി. ആ കരിങ്കൊടി കാണിക്കാൻ പോകുന്ന സമയത്ത് കൃത്യമായ പോലീസിന്റെ വലയത്തിൽ നിന്നുകൊണ്ട് കരിങ്കൊടി കാണിക്കുന്നതിന്റെ അടുത്തുവരെ പോകാതെ മാറ്റി നിർത്തിയ ആരോഗ്യമന്ത്രിക്ക് വായുവിലൂടെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ അഡ്മിറ്റാണ്. പക്ഷേ ഇന്ന് വെളുപ്പിന് 4 മണിക്ക് ആരും അറിയാതെ ആരോഗ്യമന്ത്രി പൊടിയും തട്ടി നാട്ടിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് KSU, കണ്ണൂർ ജില്ലയിലെ KSU ഈ ആരോഗ്യമന്ത്രിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമ്മാനം മറ്റൊന്നുമല്ല, മികച്ച നടി. ഈ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മികച്ച നടിയായി കേരളത്തിലെ ആരോഗ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ആ ആരോഗ്യമന്ത്രിക്ക് ഞങ്ങൾ സമ്മാനം കൂടി മുന്നോട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഇനി ആരോഗ്യമന്ത്രി തിരുവനന്തപുരം സ്വന്തം വസതിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടുന്ന് ഇനി പുറത്തിറങ്ങും. ഇനിയും KSU കേരളത്തിൽ സമരമായി മുന്നോട്ട് പോകും. ആ കേരളത്തിൽ സമരമായി KSU മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നോ ഞങ്ങൾക്ക് ഭയമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ ഇടയിൽ കരിങ്കൊടിയായി മുന്നോട്ട് വരും. ഞങ്ങൾ കരിങ്കൊടിയായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മറ്റൊന്നുമല്ല, കേരളത്തിലെ ആരോഗ്യരംഗം തകർച്ചയുടെ വക്കിലെത്തിയത് കൊണ്ടാണ്, കേരളത്തിലെ ആരോഗ്യരംഗം ICUലായതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധമായി മുന്നോട്ട് വരുന്നത്. അങ്ങനെ പ്രതിഷേധമായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് KSUവിന്റെ പ്രവർത്തകർ അടുത്തോട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് കരിങ്കൊടി കാട്ടുമ്പോൾ നിങ്ങൾക്ക് വായിലൂടെ പരിക്ക് പറ്റുന്ന ആരോഗ്യമന്ത്രി ആയതുകൊണ്ട് ആ ആരോഗ്യമന്ത്രിക്ക് ഒരു കോളറിയും കൂടിയും KSU സമ്മാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത് കറിയുന്ന ആരോഗ്യമില്ലാത്ത മന്ത്രിയായി കേരളത്തിലെ ആരോഗ്യമന്ത്രി മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഈ ആരോഗ്യമന്ത്രിക്ക് പരിക്ക് പറ്റി എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ CPMന്റെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ഗോവിന്ദ മാഷ് ആരോഗ്യമന്ത്രിയുടെ തൊണ്ടയിൽ പരിക്ക് പറ്റിയെന്ന്. അങ്ങനെ തൊണ്ടയിൽ ഇടിച്ചും പരിക്ക് പറ്റിയ ആരോഗ്യമന്ത്രി എങ്ങനെയാണ് പരിഹാരത്തിൽ നിന്ന് കാറിലേക്ക് തിരുവനന്തപുരം വസതിയിലേക്ക് പോയത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് പരിശോധിക്കണം. പല CPMന്റെ നേതാക്കന്മാരും UYFയുടെ SFയുടെ നേതാക്കന്മാരും സംസ്ഥാന സെക്രട്ടറി അടക്കം ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ നിരവധി പാർട്ടി ഓഫീസുകൾ പൊളിച്ചു എന്ന് പറയുന്നു. ഇതിൽ നിങ്ങൾ പ്രതി എന്ന് പറയുന്ന ആരോപിക്കുന്ന ഞങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിതുലിന്റെ വീട്ടിന് നേരെ ഇന്നലെ ബോംബെറിഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, CPM കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി നിങ്ങളുടെ നാടകം തിരിച്ചറിഞ്ഞു. ആ നാടകം പൊളിഞ്ഞത് കൊണ്ടാണ് ഇന്നലെ കിടക്കയും പായും എടുത്തുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് 4 മണിക്ക് ആരോഗ്യമന്ത്രി പോയത്. അതുകൊണ്ട് കേരളത്തിലെ CPMകാരോട് SFIക്കാരോട് UYFക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമന്ത്രിക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. ഇതേപോലെയുള്ള നാടകമെല്ലാം അങ്ങ് കലോത്സവ വേദിയിലോ മറ്റു സ്റ്റേജിലോ നടത്തുന്നത് അല്ലാതെ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ നാടകം അഭിനയിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങളുടെ ആരോഗ്യ മേഖലയിലെ പരാജയം മാറ്റിപ്പിടിക്കാൻ വേണ്ടി, ആ പരാജയം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി നാടകവുമായി നിങ്ങൾ വന്നാൽ ഇനിയും ഞങ്ങൾ ഇതേ സമരമായി KSU മുന്നോട്ട് പോകാനെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് KSUവിന്റെ വക ഒരു സമ്മാനം കൊടുക്കുകയാണ്. ആ സമ്മാനം എന്ന് പറയുന്നത് ഞങ്ങൾ KSU ഇന്നലെ തീരുമാനിച്ചു, ആരോഗ്യമന്ത്രിക്ക് ഒരു ട്രോഫി കൊടുക്കണം. ഇത് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് KSU സമർപ്പിക്കുകയാണ്. ഇത് ഈ നാടകം പൊളിഞ്ഞെങ്കിലും കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ കലയിലെ കൃത്യമായി എങ്ങനെ അഭിനയ രീതി മുന്നോട്ട് വെക്കണമെന്നുള്ള കലാബോധമുള്ള ഒരു അഭിനേത്രിയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി. അതുകൊണ്ട് KSU ഇത് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിക്ക് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമില്ല, ഇനിയും KSU സമരം ചെയ്യും. ആ സമരം ചെയ്യുമ്പോൾ KSUവിന്റെ കുട്ടികൾ കരികൊടിയായി മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഈ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്രശ്നങ്ങൾ വരും. നിങ്ങൾ വായുവിലൂടെ ഞങ്ങൾ പരിക്കേൽപ്പിച്ചു എന്ന് പറയും. ഞങ്ങൾ നിങ്ങളെ അടുത്തോട്ട് വന്നാൽ, നിങ്ങളെ കാറിന്റെ പുറത്തുനിന്ന് ഞങ്ങൾ സമരം ചെയ്താൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് പരിക്കേറ്റെന്ന് പറയും. ആ പരിക്കേറ്റെന്ന് പറയുന്ന
പറയുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ KSU നിങ്ങൾക്ക് കോളറയും കൂടി ഇതിന്റെ കൂടെ സമ്മാനിക്കുകയാണ്. ഈ കോളറയും കൂടി എടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഈ കോളറയും ഈ ട്രോഫിയും പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ വസതിയിൽ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി റെസ്റ്റ് എടുക്കണമെന്ന് KSU അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കോളറയും അതേപോലെ തന്നെ ഈ സമ്മാനവും ഈ ട്രോഫിയും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് സമ്മാനിച്ചുകൊണ്ട് KSU മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലയുടെ CPM നേതാക്കന്മാരോടും ഞങ്ങളുടെ ഓഫീസ് നിങ്ങൾ അടിച്ചു തകർത്തു, ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങളുടെ KSUവിന്റെ ഈ സമരത്തിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി വീടിന് നേരെ ബോംബെറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിരവധി അനവധി സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ എല്ലാവരും ഭയപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് കണ്ണൂരാണ്. നിങ്ങളുടെ കണ്ണൂരിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് രീതിയിലാണോ ഞങ്ങളെ ആക്രമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചടിക്കേണ്ട ഒരു കാലഘട്ടം കൂടി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് SFIക്കാരോടും DYFIക്കാരോടും അത് CPMകാരോടും മറ്റ് LDFിലെ ഘടകകക്ഷികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നാടകം കഴിഞ്ഞെങ്കിൽ, നാടകം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും മാന്യമായി കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം, ഞങ്ങൾ നടത്തിയത് നാടകമാണ്, പറ്റിപ്പോയി. ഷംസീറിന്റെ തിരക്കഥയിൽ സഖാവ് പിണറായി വിജയൻ CMന്റെ സംവിധാനത്തിൽ നടന്ന ഈ നാടകവും പൊളിഞ്ഞു. ആ നാടകത്തിലെ നടിയും പോയി. ഈ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ നടിക്ക് വേണ്ടി ഞങ്ങൾ ഈ ഗിഫ്റ്റ് സമ്മാനിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണ ജനങ്ങൾ, സർക്കാർ ആശുപത്രിയിലേക്ക് കടന്നു പോകുന്ന ജനങ്ങൾക്ക് കൃത്യമായി ചികിത്സ കിട്ടാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് കത്രികയൊക്കെ വെച്ച് മറക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രതികരിക്കുക എന്നത് KSU എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ അവകാശവുമാണ്.